സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് ഇഷലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് ഡോക്ടർ ഇഷൽ. നമ്മൾ നമ്മുടെ ചാനലിൽ IELTS, OET, PTE റിലേറ്റഡ് വീഡിയോസാണ് ഇടാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോയോ എൻ്റെ പ്രീവിയസ് വീഡിയോസോ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിന് മുൻപ് ഞാനൊരു കാര്യം പറഞ്ഞോളട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഡിവിജ്വൽ അറ്റൻഷനോടുകൂടി പേഴ്സണലൈസ്ഡ് ക്ലാസ്സസ് വേണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ അക്കാഡമിയുടെ പേര് IT's അക്കാഡമി എന്നാണ്. OET, IELTS, PTE, UKV, IELTS ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ കാണാൻ നമ്പറിൽ പെട്ടെന്ന് തന്നെ മടിച്ച് നിൽക്കാതെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ ഇൻഡിവിജ്വൽ ക്ലാസ്സസ് നിങ്ങളുടെ ബഡ്ജറ്റിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. നിങ്ങൾക്ക് എത്ര ദിവസത്തേക്കാണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് നിങ്ങളെ റെഡിയാക്കി എടുക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മടിച്ച് നിൽക്കാണ്ട് കോൺടാക്ട് ചെയ്യാം. OET ഒത്തിരി വട്ടം എഴുതിയിട്ട് കിട്ടാത്തവരാണെങ്കിലും OET ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഫ്രഷേഴ്സ് ആണെങ്കിലും തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. നമ്മളുടെ ആ ഒരു 30 സെഷൻസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ OET എഴുതാൻ വേണ്ടിയിട്ട് പ്രാപ്തരാകും. അല്ല, IELTSൻ്റെ ക്ലാസ്സസ് ഉണ്ട്, നമുക്ക് PTEയുടെ ക്ലാസ്സസും അവൈലബിൾ ആണ്. അപ്പോൾ ഏത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റാണ് പഠിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ എക്സാം എഴുതാൻ വിചാരിക്കുന്നതെങ്കിലും പെട്ടെന്ന് തന്നെ മടിച്ചു നിൽക്കാതെ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OET റിലേറ്റഡ് ടോപ്പിക്കാണ്. അപ്പം നമ്മൾ തൊട്ട് മുൻപ് കഴിഞ്ഞ ദിവസം നമ്മൾ IELTS റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. ഇന്നിപ്പോൾ നമ്മൾ OET റിലേറ്റഡ് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. OET ഒത്തിരി പേർക്ക് ഭയങ്കര ഡിഫിക്കൾട്ടാണ്. എസ്പെഷ്യലി നഴ്സസ് ആണ് നമ്മൾ OET കൂടുതലായിട്ട് എഴുതുന്നത്. ഓക്കെ, മെഡിസിൻ എഴുതുന്നുണ്ട്, ഫാർമസിസ്റ്റ് എഴുതുന്നുണ്ട്, ശരിയാണ്. എന്നാൽ പോലും നഴ്സസ് ആണ് കൂടുതൽ ഈ OET എഴുതുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അവർക്കാണ് ഓപ്പർച്യൂണിറ്റീസ് പുറത്ത് എബ്രോഡ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ OET എഴുതി പെട്ടെന്ന് ഒത്തിരി പേര് പോകുന്നുണ്ട്. അപ്പം ധാരാളം വേക്കൻസീസ് ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ എത്രയും ഇനി ലേറ്റ് ആവാതെ തന്നെ OET എഴുതി നിങ്ങളുടെ ഡ്രീം കൺട്രിയിലേക്ക് ഫ്ലൈ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OET റീഡിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പം OET റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കൂടുതൽ പേർക്കും സ്കോർ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു മൊഡ്യൂളാണ് റീഡിങ്. അപ്പം റീഡിങ്ങിൽ എനിക്ക് എങ്ങനെ നല്ല സ്കോർ വന്നു, അപ്പം ഞാൻ ചെയ്ത ടിപ്സ് എന്താണ്, ട്രിക്സ് എന്താണ്, നല്ലൊരു സ്കോർ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ടെക്നിക്സ് ഉപയോഗിക്കാം, എങ്ങനെയാണ് റീഡിങ്, എന്താണ് റീഡിങ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം OET റീഡിങ്ങിൻ്റെ ബേസിക് ആദ്യം ഞാൻ പറയാം. OET റീഡിങ്ങിൽ നമുക്ക് 42 ചോദ്യങ്ങളാണ് ടോട്ടൽ ഉള്ളത്. ടോട്ടൽ ക്വസ്റ്റ്യൻസ് എൻ്റെ റീഡിങ് തീരാനായിട്ട് 42 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. ആ 42ൽ എത്ര മാർക്ക് നമുക്ക് വരുന്നു, എത്ര സ്കോർ നമുക്ക് കിട്ടുന്നു എന്നനുസരിച്ചാണ് നമ്മളുടെ ഒരു ലെവൽ വരിക. ഇപ്പം നമുക്ക് 30 or 30 എബവ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് B ബാൻഡ് വരും. 26 എബവ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് C+. അങ്ങനെ നമുക്ക് ഓരോ ലെവൽ അനുസരിച്ച് നമ്മുടെ സ്കോർ ബാൻഡ് വരുന്നത്. ഓക്കെ, A, B കൂടുതൽ കിട്ടുകയാണെങ്കിൽ A അല്ലെങ്കിൽ B. അപ്പോൾ B എങ്കിലും വേണം നമുക്ക്. ആസ് നഴ്സസ്, ഡോക്ടേഴ്സ് ഒക്കെ B നമുക്ക് നിർബന്ധമായിട്ടും വേണം. എന്നാൽ തന്നെയാണ് നമ്മൾക്ക് മൈഗ്രേഷനൊക്കെ ഈസി ആയിട്ട് പോസിബിൾ ആവത്തുള്ളൂ. അപ്പം 42 ചോദ്യങ്ങളാണ് നമ്മൾക്ക് OETയിലുള്ളത്. 42 ക്വസ്റ്റ്യൻസ്. ആ 42ൽ നമ്മൾ 29 or എബോവ് എങ്കിലും നമ്മൾ മേടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഒരുപാട് ടൈം എടുത്ത് നമ്മൾക്ക് ആ ഒരു സ്കോർ കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾക്ക് 60 മിനിറ്റ്, 1 മണിക്കൂറാണ് ടോട്ടൽ ടൈം ഉള്ളൂ. അപ്പോൾ ആ ടൈം മാനേജ് ചെയ്ത് തന്നെ നമുക്ക് അത്രയും മാർക്ക് വരണം. എന്നാൽ മാത്രമാണ് നമ്മൾ അതിലേക്ക് എത്തിയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം വീട്ടിലിരുന്ന് നമ്മൾ നന്നായി പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ലെവൽ അവിടെ എത്തിയതിന് ശേഷം മാത്രം എക്സാം ബുക്ക് ചെയ്യുക. കാരണം എന്താ, OET എക്സാമിനേഷന് നമുക്ക് നോക്കുമ്പോഴത്തേക്കും എക്സാമിനേഷൻ ഫീസ് നല്ല കൂടുതലാണ്. അപ്പം നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചിട്ട് നേരെ പോയിട്ട് എക്സാം എഴുതാം അങ്ങനെ ചിന്തിക്കാതെ നമ്മൾ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്ത് നമ്മളുടെ ആ ഒരു സ്കോർ അവിടെ എത്തി നമ്മുടെ ലെവൽ ഇമ്പ്രൂവ് ആയതിനു ശേഷം മാത്രം നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാം. ഇപ്പം എപ്പോഴും നമ്മൾക്ക് റീഡിംഗ് ആണെങ്കിലും OETൻ്റെ ഏത് മൊഡ്യൂളാണെന്നുണ്ടെങ്കിലും നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. നിങ്ങളൊരു എബവ് ആവറേജ് ലെവലുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ സെൽഫ് സ്റ്റഡി തന്നെ ധാരാളമാണ്. പക്ഷേ നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സ്ലോ ആൻഡ് സ്റ്റഡി ആയിരിക്കും. സ്ലോ ആയിട്ടായിരിക്കും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുക. അതിന് പകരം നിങ്ങളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുകയോ ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റായിട്ട് ഇമ്പ്രൂവ് ആകും. അത് കൂടാണ്ട് നിങ്ങളൊരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു എക്സ്റ്റേണൽ ഹെൽപ്പ് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പം ഇത് നമുക്ക് 2 പേപ്പറായിട്ടാണ് OET റീഡിങ്ങിൻ്റെ എക്സാമിനേഷൻ വരിക. ഓക്കെ, പേപ്പർ 1ഉം പേപ്പർ 2ഉം. ഇതിൽ പേപ്പർ 1 എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സെക്ഷൻ എയും പേപ്പർ 2 എന്ന് പറയുന്നത് സെക്ഷൻ B ആൻഡ് C യുമാണ്. ഓക്കെ, ഇങ്ങനെ 3 പാർട്ട് ഉണ്ട്. പക്ഷെ 2 പേപ്പറായിട്ടാണ് എക്സാമിനേഷൻ നടക്കുക.
അപ്പോൾ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് 15 മിനിറ്റ്സ് ആണ് നമുക്ക് ടൈമുള്ളൂ. ഈ 15 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. അതാണ് പാർട്ട് എ അതിലൂടെ ഫിനിഷ് ആവും. 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 20 ക്വസ്റ്റ്യൻസ് ഫിനിഷ് ചെയ്യാൻ നമ്മൾക്ക് 15 മിനിറ്റേ ഉള്ളൂ. അതായത് ഹാർഡ്ലി 1 മിനിറ്റ് പോലും നമുക്ക് ഒരു ക്വസ്റ്റ്യന് കിട്ടുന്നില്ല എന്നർത്ഥം. പക്ഷെ പാർട്ട് എ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് എയിൽ ഉണ്ടാവുക. അപ്പം പക്ഷെ നമുക്ക് ഈ ഒരു 15 മിനിറ്റിൽ 20 ക്വസ്റ്റ്യൻസും ചെയ്ത് നമ്മൾ ആൻസർ ഷീറ്റ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു 20 മിനിറ്റ്സിൽ ഇത് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേപ്പർ ആയിട്ടാണ് വരുന്നത് പാർട്ട് ബി ആൻഡ് സി. ഇത് രണ്ടും കൂടെ ഫിനിഷ് ചെയ്യാനായിട്ട് നമ്മൾക്ക് 45 മിനിറ്റ്സ് ആണുള്ളത്. ഓക്കെ, ഈ 45 മിനിറ്റ്സിൽ നമ്മൾക്ക് ഈ ഒരു ബാക്കി ക്വസ്റ്റ്യൻസ്, അതായത് 20 ക്വസ്റ്റ്യൻസ് ഓൾറെഡി കഴിഞ്ഞു, ബാക്കി 22 ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമ്മൾക്ക് 45 മിനിറ്റ്സ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിൽ ഡബിൾ ടൈം ഉണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ്റെ 2 മിനിറ്റ് ഒരു ക്വസ്റ്റ്യനെങ്കിലും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല വിശദീകരിച്ച് ക്വസ്റ്റ്യനൊക്കെ വായിച്ച് ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് പാർട്ട് ബി ആൻഡ് പാർട്ട് സിയിൽ കിട്ടുന്നുണ്ട്. ഇങ്ങനെ 2 സെക്ഷൻ അല്ലെങ്കിൽ 2 പേപ്പർ ആയിട്ടാണ് നമ്മുടെ എക്സാമിനേഷൻ നടക്കുന്നത്. പക്ഷെ 3 പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി. പാർട്ട് എ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് 1 to 7 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ കുറച്ച് നമുക്കൊരു 4 പാരഗ്രാഫായിട്ടായിരിക്കും നമ്മളുടെ പാസേജിന് തന്നിട്ടുണ്ടാവുക. അതിൽ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ട് അത് ഏത് പാരഗ്രാഫിലാണ് കിടക്കുന്നത് എന്ന് കണ്ടുപിടിച്ച് ആ പാരഗ്രാഫിൻ്റെ ലെറ്റർ ഏതാണ്, എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി, അങ്ങനെ ആൻസർ ചെയ്യാന്നുള്ളതാണ് 1 to 7. അത് കൂടാണ്ട് പിന്നെ നമുക്ക് വരുന്നത് 20 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ 8 to 15 നമുക്ക് ഒരു ഷോർട്ട് വേർഡ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫ്രേസ്, പിന്നെ 16 to 20 ആണെങ്കിലും ഒരു ഷോർട്ട് വേർഡ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫ്രേസ്. ഓക്കെ, 1 വേർഡോ 2 വേർഡോ 3 വേർഡോ ഒക്കെ വരെ ആകാം. അങ്ങനത്തെ ആൻസേഴ്സ് ആയിരിക്കും നമ്മൾക്ക് എഴുതാനുണ്ടാവും. അത് ഫില്ലപ്പ് പോലെ അല്ലെങ്കിൽ ആൻസർ എടുത്ത് എഴുതുക, വേർഡ് എഴുതുക, ആ പാസേജിൻ്റെ ഉള്ളിലുണ്ട് വേർഡ്, അത് കണ്ടുപിടിച്ച് ആ കറക്റ്റ് ആൻസർ എഴുതുക എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് പേപ്പർ എന്നൊക്കെ പറയുന്നത്. 20 ക്വസ്റ്റ്യൻസ് ആണ്. 15 മിനിറ്റിൽ ഫിനിഷ് ചെയ്ത് നമ്മൾ ആൻസർ ഷീറ്റ് കൊടുക്കണം. ഓക്കെ, ഇനി വരുന്നതാണ് നമ്മളുടെ പാർട്ട് ബി ആൻഡ് സി. അതിലാദ്യം തന്നെ നമുക്ക് പാർട്ട് ബി നോക്കാം. ടോട്ടൽ ടൈം ആണ് കേട്ടോ, ടോട്ടൽ 45 മിനിറ്റ്സ് ആണ്. അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ടൈം മാനേജ് ചെയ്ത് ചെയ്യാം. ഇതിൽ പാർട്ട് ബി എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. 1 to 6 6 ചോദ്യങ്ങളാണ് പാർട്ട് ബിയിൽ വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഞ്ഞ് പാസേജ് തരും, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് പാരഗ്രാഫ് പോലെ ഒരു കോളത്തിൽ തരും. അത് റിലേറ്റഡ് ആയിട്ട് നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ വിത്ത് 3 ഓപ്ഷൻസ്, എ ബി സി ഓപ്ഷൻസ് തരും. അപ്പം ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഈ പാസേജിൻ്റെ ഉള്ളിൽ എവിടെയാണ് കിടക്കണേന്ന് കണ്ടുപിടിച്ച് അത് മനസ്സിലാക്കി അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് മാച്ച് ചെയ്ത് എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി, സി ആണെങ്കിൽ സി എന്ന് എഴുതുക എന്നുള്ളതാണ്. ആ 6 ക്വസ്റ്റ്യൻസും ടഫല്ല, ഭയങ്കര എളുപ്പമെന്ന് ഞാൻ പറയില്ല, എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ആ 6 ക്വസ്റ്റ്യൻസും. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഓരോ പാരഗ്രാഫായിട്ട് തന്നിട്ടുണ്ടാവും. ആ പാരഗ്രാഫിൻ്റെ ഉള്ളിലായിരിക്കും അതിൻ്റെ ആൻസർ കിടക്കുന്നുണ്ടാവുക. അത് കണ്ടുപിടിച്ച് ഈ മൾട്ടിപ്പിൾ ചോയ്സ് ആൻസർ കറക്റ്റായിട്ട് എഴുതുക, ലെറ്റർ എടുത്ത് എഴുതുക എന്നുള്ളതാണ് പാർട്ട് ബി വരുന്നത്. പിന്നെ പാർട്ട് സി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അത് 2 പാസേജസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു വലിയ പാസേജ് ഉണ്ടാവും, അതിൽ നിന്ന് 7 to 14 ക്വസ്റ്റ്യൻസ്, പിന്നെ അടുത്ത പാസേജിൽ നിന്ന് ബാക്കി 15 to 22 ക്വസ്റ്റ്യൻസ്. അതായത് 1 to 20 എന്നാണ് നമുക്ക് ഫസ്റ്റ് പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് പോകുന്നതെന്ന് ഉണ്ടെങ്കിൽ, പിന്നെ നമുക്ക് അടുത്ത പേപ്പർ കിട്ടുമ്പോൾ വീണ്ടും 1 to അങ്ങനെയാണ് ക്വസ്റ്റ്യൻ നമ്പർ പോവുക. മനസ്സിലായോ? അപ്പം 1 to 20 പിന്നെ 1 to 22 അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് പോകുന്നുണ്ടാവുക. മനസ്സിലായോ? അപ്പോൾ ടോട്ടൽ 42 ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ക്വസ്റ്റ്യൻ നമ്പർ വരിക ഫസ്റ്റ് പേപ്പറിൻ്റെ 1 to 20 ക്വസ്റ്റ്യൻസ്, സെക്കൻഡ് പേപ്പറിൻ്റെ 1 to 22 ക്വസ്റ്റ്യൻസ്. അതിൽ സെക്കൻഡ് പേപ്പറിലെ 1 to 6 ആണ് പാർട്ട് ബി വരുന്നത്. പിന്നെ വരുന്നത് എന്താണ്, 8 മുതൽ 22 വരെ വരുന്നത് നമ്മളുടെ പാർട്ട് സി ആണ്. അതിൽ 8 to 15 ഒരു പാസേജിൽ നിന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും അടുത്ത പാസേജിൽ നിന്നായിരിക്കും 16 to 22 വരിക. ഇങ്ങനെയാണ് നമ്മളുടെ ഒരു എക്സാമിൻ്റെ ഒരു രീതി പോകുന്നത്. അപ്പം കൂടുതലായിട്ടും നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, പിന്നെ 1 വേർഡ് 2 വേർഡ് ഓർ 3 വേർഡ് എഴുതാനുള്ള വേർഡ്സ് ആൻസർ എഴുതാനുള്ളതും, പിന്നെ ആദ്യത്തെ പേപ്പറിൽ 1 മുതൽ 7 വരെ ഏത് പാരഗ്രാഫിലാണ് കിടക്കുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് ആ പാരഗ്രാഫിൻ്റെ ലെറ്റർ എഴുതാനുള്ളത്. ഈ ഒരു 3 ടൈപ്പ് ക്വസ്റ്റ്യൻസേ നമ്മൾക്ക് OET റീഡിങ്ങിലുള്ളൂ. IELTS നമുക്ക് പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, പല മോഡൽസിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു മോഡൽ നമുക്ക് OET റീഡിങ്ങിലില്ല. ഈ ഒരു 3 മോഡൽ മാത്രമാണ് നമുക്ക് OET റീഡിങ്ങിലുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. OET റീഡിങ് എങ്ങനെയാണ് വരുന്നത്, അതിൽ വരുന്നത് എന്തൊക്കെയാണ്, എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എങ്ങനെ ടൈം എങ്ങനെയാണ്, എന്തൊക്കെ തരത്തിലാണ് ക്വസ്റ്റ്യൻസ്, എന്തൊക്കെയാണ് പാർട്സ്, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്കിത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടിപ്സിലേക്ക് പോവാം. ഈ 2025 എഴുതാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതായിട്ടുണ്ട്. ഞാൻ യൂഷ്വലി ചെയ്യുന്ന ഒരു മെത്തേഡ് പറയുവാണെന്നുണ്ടെങ്കിൽ പാർട്ട് എ നമുക്ക്
സമയം കുറവാണ്. അപ്പോൾ അവിടെ നമ്മൾ ധൃതി പിടിക്കണം. അത് നമ്മളൊരു 5 ക്വസ്റ്റ്യൻസ് നല്ല ശാന്തമായി ഇരുന്ന് ചെയ്തിട്ട് പിന്നെ നമ്മയോ ടൈം ഇല്ലയെന്ന് കണ്ടിട്ട് ധൃതി പിടിക്കുക, അങ്ങനെയല്ല. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ എത്തുമ്പോൾ മുതൽ നമ്മൾ ധൃതി പിടിച്ച് തുടങ്ങണം, എന്നാൽ മാത്രമേ നമുക്ക് എഴുതി തീരത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ യൂഷ്വലി ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 7 അങ്ങ് സ്കിപ്പ് ചെയ്യും. ഓക്കെ, 1 to 7 ക്വസ്റ്റ്യൻ ആദ്യം ഞാൻ ചെയ്യത്തില്ല. അതിന് പകരം 8 to ബാക്കിയുള്ള 8 to 20 ആണ് ഞാൻ ആദ്യം ചെയ്യുക. അപ്പോൾ അത് ആദ്യം ചെയ്ത് വേഗം അങ്ങ് ഫിനിഷ് ആക്കി വെക്കും. പിന്നെ നമുക്ക് ഹാർഡ്ലി ഒരു 2 മിനിറ്റ് വല്ലതും മതി, ആദ്യത്തെ സെക്ഷൻ പെട്ടെന്ന് നോക്കി ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പം അത് ചെയ്യാനൊരു 2 മിനിറ്റും ബാക്കി 13 മിനിറ്റും ഞാൻ എടുക്കുന്നത് ഈ 8 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ടാണ്. ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സ്കോർ ഇമ്പ്രൂവ് ആവുന്നത് നമുക്ക് കാണാൻ തന്നെ സാധിക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രാക്ടീസ് ആണ് കേട്ടോ. നമ്മൾ എത്രത്തോളം മെറ്റീരിയൽസ് എടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ അത്രത്തോളം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ ആൻസർ കണ്ടുപിടിക്കാൻ കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. നമുക്ക് കീവേഡ് വെച്ച് നോക്കാം, അല്ലെങ്കിൽ അതിൽ ഒരു ഹിൻഡ് ഉണ്ടാവും, അങ്ങനെ പല തരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ ഒരു ടൈം ഒന്ന് മാനേജ് ചെയ്ത് ചെയ്താൽ തന്നെ ഒരുവിധം നമുക്ക് ശരിയാവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ പാർട്ട് എ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയി. കാരണം പിന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യന് ഒരു 2 മിനിറ്റ് ഒക്കെ ഉണ്ട്. അതായത് 22 ക്വസ്റ്റ്യൻസ് ആണ് ഇനി ബാക്കിയുള്ളൂ, പക്ഷെ 45 മിനിറ്റ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ എത്രയൊക്കെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ പോലും നമ്മളുടെ ഒരു ലക്കും കൂടെ ഫാക്ടറാണ്. നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് അന്ന് കിട്ടുന്ന പാസേജ്, അല്ലെങ്കിൽ നമുക്ക് ഒരു അടുപ്പുള്ള ഒരു, അല്ലെങ്കിൽ നമ്മൾ മുൻപ് ചെയ്ത് പരിചയമുള്ള ഒരു ടോപ്പിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമുക്ക് ഒരു നോളജും ഇല്ലാത്ത ഒരു ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ടഫായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ ടൈമും ഫേവർ ചെയ്യും. ലക്ക് ഒരു വലിയ ഫാക്ടർ ആണെങ്കിൽ പോലും പ്രാക്ടീസ് 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 ആൻഡ് പ്രാക്ടീസ്. ഓക്കെ, എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ OET നല്ല ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നേടണം. അല്ലെങ്കിൽ ഒരു 2 വട്ടം എഴുതി, അല്ലെങ്കിൽ ഒരു വട്ടം എഴുതി, ഇനി എന്തായാലും ഇനിയൊരു ഓപ്ഷൻ ഇല്ല എന്ന്, ഇനി അവസാനമായിട്ട് എഴുതുവാണ് എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓടിപ്പോയി ഡേറ്റ് ബുക്ക് ചെയ്യാതെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ലെവൽ ഇമ്പ്രൂവ് ആക്കിയതിന് ശേഷം മാത്രം ഡേറ്റ് എടുക്കുക. ഓക്കെ, നിങ്ങൾ ഒരു മന്ത്, അതായത് 30 ഡേയ്സ് നിങ്ങളൊന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പിടിച്ചാൽ തന്നെ, കൺസിസ്റ്റൻ്റ് ആയിട്ട് പിടിച്ചാൽ തന്നെ നിങ്ങൾക്ക് സ്കോർ കിട്ടും, ഉറപ്പാണ്. ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് സ്കോർ കിട്ടും. ഓക്കെ, അതിന് എല്ലാ ദിവസവും എല്ലാ മൊഡ്യൂൾസും ഒരെണ്ണം വീതമെങ്കിലും ചെയ്തിട്ടുണ്ടാവണം. ഒരു ലിസണിങ്, ഒരു റീഡിങ്, ഒരു ലെറ്റർ, ഒരു സ്പീക്കിംഗ്, അത്രയെങ്കിലും നമ്മൾ മിനിമം ചെയ്ത് പോവുക കൺസിസ്റ്റൻ്റ് ആയിട്ട്. അപ്പോൾ തന്നെ നമ്മൾ ഗ്രാജുവലി ഇമ്പ്രൂവ് ആയിക്കോളും. OET റീഡിങ്ങിൽ നമുക്ക് കീവേഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുക, അതിൻ്റെ കീവേഡ് വെച്ചിട്ട് ഏരിയ എവിടെയാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതും കൂടെ നമ്മൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കീവേഡ് വെച്ചിട്ട് എവിടെ കിടക്കുന്നതെന്ന് കണ്ടുപിടിച്ച് അവിടുത്തെ അർത്ഥം വായിച്ച് മനസ്സിലാക്കി ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്ക് കീവേഡ്സ് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇയർ, നമ്പേഴ്സ്, ഇറാസ്, ഇയേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് അത് ശ്രദ്ധിച്ച് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കും. പിന്നെ കണക്റ്റേഴ്സ്, നെഗറ്റീവ് മീനിങ് വേർഡ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ഡു നോട്ട് എന്നൊക്കെ ആയിരിക്കും ഒരു കാര്യത്തിൻ്റെ മുൻപ് കിടക്കുന്നത്. അപ്പം ചെയ്യാമെന്നാണോ ചെയ്യാൻ പാടില്ല എന്നാണോ പാസേജ് കിടക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മൾ കറക്റ്റായിട്ട് നോക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ റീഡിങ്ങിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ പാർട്ട് ബിയിലേക്ക് വരുമ്പോഴത്തേക്കും കുഞ്ഞൊരു പാരഗ്രാഫാണ്. അപ്പം ആ പാരഗ്രാഫിൻ്റെ ഉള്ളിലുണ്ട് ആൻസർ. സോ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുക, ക്വസ്റ്റ്യൻ്റെ മെയിൻ കീവേഡ് നോക്കുക. മൾട്ടിപ്പിൾ ചോയ്സിൽ ഒരിക്കലും ഓപ്ഷൻസ് നമ്മൾ നോക്കാൻ പോകരുത്. ക്വസ്റ്റ്യൻ മാത്രം വായിച്ചിട്ട് നമ്മൾ പോയി പാസേജിൽ നോക്കി വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് തിരികെ വന്നിട്ട് ഓപ്ഷൻസ് നോക്കുക. അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. അത് ക്വസ്റ്റ്യൻ വായിച്ചു നമ്മൾ ABC ഓപ്ഷൻസും വായിച്ച് നമ്മൾ ഒരു കൺഫ്യൂഷനിലായിരിക്കും ഇത് അന്വേഷിച്ച് പോകുന്നത്, ആൻസർ അന്വേഷിച്ച് പാസേജിലോട്ട് പോകുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഈ ഓപ്ഷൻസ് ഒക്കെ മൈൻഡിൽ കിടക്കണോണ്ട് ആകെ ഡൗട്ടായിരിക്കും. അതിന് പകരം നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നേരെ പാസേജ് പോയി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അത് വെച്ചിട്ട് വന്നിട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. ടൈമും കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി കുറച്ച് മതി. പിന്നെ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സിൽ എപ്പോഴും എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കാം. ഇപ്പോൾ എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് 2 ആൻസേഴ്സ് തമ്മിലായിരിക്കും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവോയ്ഡ് ചെയ്യാൻ പറ്റണത് ആദ്യം അവോയ്ഡ് ചെയ്യുക, എന്നിട്ട് ബാക്കി 2ൽ നിന്ന് ഏതാണെന്ന് കൺഫ്യൂസിങ് ആണെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുക. 1 to 6, അതായത് പാർട്ട് ബിയിലെ സെക്ഷൻസ് കുറച്ചും കൂടെ എളുപ്പമാണ്. അത് മിക്കവാറും എല്ലാവർക്കും ഫുള്ളൊക്കെ ഇച്ചിരി ബേസിക് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫുള്ളൊക്കെ മേടിക്കാൻ പറ്റും. 6 ക്വസ്റ്റ്യൻസ് വരുന്നതാണ് പാർട്ട് സി. പാർട്ട് സി ആണ് ഇവിടെ നമുക്ക് കുറച്ചും കൂടെ ടഫായിട്ട് വരുന്നത്. പാർട്ട് സി ആണ്. കാരണം വലിയൊരു പാസേജ് ആയിരിക്കും, കുറച്ച് ഡ്രൈ ടോപ്പിക്കും ആയിരിക്കും. അപ്പം നമുക്ക് അറിയുന്ന ടോപ്പിക്കാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ്. എന്നാലും വലിയ പാസേജ് ആയിരിക്കും, കാരണം ഒരു 5-6 പാരഗ്രാഫൊക്കെ ഉള്ള ഒരു വലിയതായിരിക്കും. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതെവിടെ കിടക്കുന്നതെന്ന് കണ്ടുപിടിച്ച് ആൻസറിൽ ഓപ്ഷൻ ഏതാണെന്നും കൂടെ കണ്ടുപിടിക്കണം. അപ്പം നിങ്ങൾ ആദ്യം ഏത് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. പാർട്ട് സി വേണമെങ്കിൽ ആദ്യം ചെയ്യാൻ, എന്നിട്ട് അവസാനം
കൊണ്ടുപോയിട്ട് പാർട്ട് ബി ചെയ്യാം. എനിക്ക് പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് പാർട്ട് ബി ആദ്യം ചെയ്യാനാണ്. കാരണം ആ 6 ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് അങ്ങ് ചെയ്ത് അത് നമുക്ക് ഷുവറായിട്ട് മാർക്ക് കിട്ടും എന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതങ്ങ് ആദ്യം ചെയ്ത് വെക്കുമ്പോൾ ആ ഒരു 6 മാർക്ക് സേഫായി എന്നുള്ളൊരു റിലാക്സേഷനിൽ നമുക്ക് ബാക്കിയുള്ളതിന് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഞാൻ അതാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ പാർട്ട് സിയിലാണ് നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും എല്ലാം കിടക്കുന്നത്. കുറച്ച് ഡ്രൈ ആയിരിക്കും, അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എളുപ്പമായിരിക്കും, കുറച്ച് നല്ല ടഫ് തന്നെയായിരിക്കും. അപ്പം ആദ്യത്തെ സെക്ഷനും ഈ രണ്ടാമത്തെ പാർട്ട് ബിയും നമ്മൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് തെറ്റിയാലും പാർട്ട് സിയിൽ കുറച്ച് തെറ്റിയാൽ പോലും നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ സാധിക്കും. അപ്പം നിങ്ങൾ ഈ ആദ്യത്തെ 2 പാർട്ടിൽ കൂടുതൽ അതൊരു ബിലോ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ സെക്ഷനിൽ നിന്ന് തന്നെ മുഴുവൻ മാർക്കും ഒരു ഫുള്ളൊക്കെ മേടിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതല്ലെങ്കിൽ ഒരു 1-2 മാക്സിമം തെറ്റാൻ പാടുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് പാർട്ട് സിയിൽ നിന്ന് കുറച്ച് സ്കോറും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ഒരു ബിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതിൽ ആദ്യത്തെ സെക്ഷനിലേക്ക് ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കാണ്ട് അങ്ങ് തെറ്റിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാർട്ട് സിയിൽ നമ്മൾക്ക് കുറച്ചേ ശരിയാവുള്ളൂ, കുറച്ചൊക്കെ തെറ്റി പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു റിക്വയർഡ് സ്കോറിലേക്ക് നമ്മൾ ഒത്തിരി കയറത്തില്ല. അപ്പം നല്ല ബാൻഡിലേക്ക് എയിലേക്കൊക്കെ കയറുന്ന ആളുകൾ ഈ പാർട്ട് ബി മുഴുവനായിട്ട് തന്നെ ശരിയാക്കിയിട്ടുണ്ടാവും. എന്നാൽ തന്നെയാണ് നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ പാർട്ട് ബി ആൻഡ് പാർട്ട് എ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നല്ല സ്കോർ അച്ചീവ് ചെയ്യുക, ഒറ്റെണ്ണം തെറ്റരുതെന്നുള്ള ഒരു എയിമിൽ നമ്മൾ ചെയ്യുക. എന്നിട്ട് പാർട്ട് സിയിൽ കുറച്ചൊക്കെ തെറ്റിയാലും നമുക്ക് വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെടാൻ സാധിക്കും. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പ്രാക്ടീസാണ്. ഓരോ ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ എടുത്ത് നമ്മൾ കീവേഡ് കണ്ടുപിടിച്ച് അങ്ങനെ തന്നെ നമ്മളൊരു ട്യൂഷൻ പോലെ ഓരോ ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. എന്നാൽ തന്നെയാണ് നമുക്ക് സ്കോർ ഏറത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തനിയെ അങ്ങനെ ചെയ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ITH അക്കാഡമി നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഡിവിജ്വൽ ക്ലാസ് ആയിരിക്കും. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ എടുത്ത് ഒന്നിച്ചിരുന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കും. ഓക്കെ, ഒരു ട്യൂഷൻ പോലെ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എങ്ങനെയാണോ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ പോയി പഠിച്ച ആ ഒരു മെത്തേഡിലാണ് നമ്മൾ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്ത് എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തുക, എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം, ഇങ്ങനത്തെ എല്ലാ സ്ട്രാറ്റജീസും നമ്മൾ പറഞ്ഞു തന്ന് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് നിങ്ങൾ ആ ഒരു ലെവലെത്തിക്കും. ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ഒരു ബാൻഡ് ഇമ്പ്രൂവ് ആയി നിങ്ങൾ ആ ഒരു സ്കോറിൽ നിങ്ങളുടെ റിക്വയർഡ് സ്കോറിൽ എത്തുന്നത്. ഓക്കെ, അതിനുശേഷം പ്രാക്ടീസും കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഡേറ്റ് എടുത്ത് എക്സാം എഴുതാൻ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടി നിങ്ങളുടെ റിക്വയർഡ് ടൈമിൽ നിങ്ങളുടെ ഡ്യൂറേഷനിൽ ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നമ്മൾക്ക് ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ഉണ്ട്. എൻ്റെ ക്ലാസ്സസും ട്രെയിനേഴ്സിൻ്റെ ക്ലാസ്സസും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങളുടെ ടൈം കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങളുടെ ഓഫ് ഡേയ്സിൽ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും മടിച്ച് നിൽക്കാണ്ട് കോൺടാക്ട് ചെയ്യുക. അപ്പം ഇനി നമ്മുടെ ഒരു അടുത്ത ടോപ്പിക് എന്ന് പറയുമ്പോൾ IELTS ലിസണിങ്ങിൽ ഞാൻ ചെയ്ത ടെക്നിക്സ് ഒക്കെയാണ്. അപ്പോൾ IELTS ലിസണിങ്ങിൻ്റെ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, ടാറ്റാ.